ഇസ്ലാം മതവിശ്വാസിയായ ഒരാൾ അദ്ദേഹത്തിന്റെ അറിവോടുകൂടി അദ്ദേഹത്തിന്റെ പേരിൽ ഹിന്ദുമത വിശ്വാസിയായ മറ്റൊരാൾ ശബരിമലയിൽ ഒരു വഴിപാട് നടത്തിയെങ്കിൽ അത് ഇസ്ലാം മതവിശ്വാസ പ്രകാരം തെറ്റാണോ? ആ വ്യക്തി മതവിശ്വാസികളോട് മാപ്പ് പറയണോ, തോപ ചെയ്യണോ? നിനക്കിഷ്ടമുള്ള ജീവിക്കാർമാനെ മറ്റുള്ളവർ അവർക്ക് ഇഷ്ടമുള്ള ജീവിക്കട്ടെ. അല്ല, സ്വാഭാവികമായൊരു മുസ്ലിമിന്റെ വിശ്വാസം എന്ന് പറഞ്ഞത് ഏകദൈവ വിശ്വാസമാണ്. ആ ഏകദൈവ വിശ്വാസത്തിന് വിരുദ്ധമായി നിലപാട് ആര് സ്വീകരിക്കുന്നതും ഇസ്ലാമിക വിരുദ്ധമാണ്. മതപരമായി ഇസ്ലാമിക വിധി പ്രകാരം അവർക്ക് ഇഷ്ടമുള്ള ജീവിക്കട്ടെ. ഇത്ര ദയുണ്ടായാൽ മതി. മറ്റുള്ളവരുടെ വിശ്വാസത്തോട് ഇത്ര റെസ്പെക്റ്റും അത്രയും ആവശ്യമുള്ളൂ. ലോകം നന്നായി. അയാളുടെ അറിവോട് കൂടിയാണെന്നും ഞാൻ അത് പറഞ്ഞിട്ടാണ് മോഹൻലാൽ വഴിപാട് നടത്തിയത് എന്നും മമ്മൂട്ടി പറയുന്ന പക്ഷം അത് വിമർശനാത്മകമാണ്, അത് പ്രതിഷേധാർഹമാണ്. മതപരമായ വിധി പ്രകാരം അതിന് പരിഹാരം കാണേണ്ടതാണ്. പുറത്തുള്ളവരെയല്ല, ഈ രാജ്യത്തിന് നിന്നുകൊണ്ട് ഇവിടുത്തുകാരെ തന്നെ ശത്രുക്കളാക്കി മാറ്റുന്ന നിന്നെ പോലുള്ളവരെ എന്താണ് വിളിക്കണം? അല്ല, മമ്മൂട്ടിയുടെ അറിവോട് കൂടിയാണെങ്കിലും എന്താണ് കുഴപ്പം? മമ്മൂട്ടിയുടെ അറിവോട് കൂടിയാണെങ്കിൽ മമ്മൂട്ടിയുടെ മതവിശ്വാസ പ്രകാരം അത് അനുവദിക്കുന്നില്ല. മമ്മൂട്ടി പറഞ്ഞ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ, മമ്മൂട്ടി ഒരു ഇസ്ലാം മത വിശ്വാസിയാണെങ്കിൽ ഇസ്ലാം മതപ്രകാരം അത് തെറ്റാണ്. മമ്മൂട്ടി പറഞ്ഞു ചെയ്തതാണെങ്കിൽ, മമ്മൂട്ടിയുടെ അറിവോടെയാണെങ്കിൽ, മമ്മൂട്ടി ചെയ്തിട്ടുള്ള കാര്യമാണെങ്കിൽ, അത് മമ്മൂട്ടി ഇസ്ലാം മത വിശ്വാസിയാണെങ്കിൽ നിന്നെ പോലുള്ളവരെ എന്താണ് വിളിക്കണം? പാകിസ്ഥാനി ചാരനെന്നോ തീവ്രവാദിയെന്നോ? നാളെ ഒരു കാര്യം ആലോചിച്ച് നോക്കൂ. മമ്മൂട്ടി ഹജ്ജിന് വേണ്ടി, പരിശുദ്ധ ഹജ്ജിന് വേണ്ടി വിശുദ്ധ മക്കയിലേക്ക് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ പാതയിൽ പോവുകയാണ്. മോഹൻലാലിന് എന്നൊരു അസുഖം അല്ലെങ്കിൽ മോഹൻലാലിനോട് പറയാണ്, ലാലേ നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചേക്കാം. മോഹൻലാൽ എന്ത് പറയണം? അയ്യോ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ എന്റെ മതഭ്രഷ്ടാവൂ എന്ന് പറയണം. എന്ത് തരം ഭ്രാന്താണിത്? ചെയ്യുന്നുണ്ട് ഈ തീവ്ര വലതുപക്ഷവാദികൾക്ക്, അതായത് ഇസ്ലാമോഫോബിയ മനസ്സിൽ കൊണ്ട് നടക്കുന്നവർക്ക് വഴിമരുന്നും വെടിമരുന്നും ഇട്ടുകൊടുക്കുകയാണ് ശ്രീ ഒ അബ്ദുള്ളയെ പോലുള്ള ആൾക്കാർ ചെയ്യുന്നത്. അത് മനസ്സിലാക്കാനുള്ള വിവരം വേണ്ടേ? അതായത് നമ്മുടെ സമൂഹത്തിൽ മോഹൻലാൽ സ്വന്തം ചേട്ടനെ പോലെ കാണുന്ന ഇച്ചാക്ക എന്ന് വിളിക്കുന്ന മമ്മൂട്ടിക്ക് വേണ്ടി മോഹൻലാൽ വഴിപാട് കഴിച്ച അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യമാണ്. അത് വെളിയിൽ വന്നതിൽ യാതൊരു തെറ്റുമില്ല. അത് വെളിയിൽ വന്നുകൊണ്ട് കേരളത്തിൽ ഒരുപാട് പോസിറ്റീവ് ഉണ്ടായതേ ഉള്ളൂ. കിട്ടിയല്ലോ. രോമം എഴുന്നേക്കുന്നത് എന്തായാലും കലക്കിട നീ.